ഗൈസ്, അപ്പോൾ നമ്മളിതാ പെയിൻറ്റ് റിമൂവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിലും നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഗ്ലൗ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു 500 ml പെയിൻറ്റ് റിമൂവർ കയ്യിലെടുത്തു. നമ്മളെ പെയിൻറ്റ് റിമൂവറിന് 137 രൂപയാണ് വരുന്നത്. 130 രൂപയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. 500 ml ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് യൂസിങ് രീതികളൊക്കെ പെയിൻറ്റ് റിമൂവറിൻ്റെ ആ ഒരു ബോട്ടിൽ തന്നെ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ കറക്റ്റ് യൂസ് ചെയ്താൽ മതി. നമ്മളെന്തായാലും ഇതിൻ്റെ ബോട്ടിലൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇതൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ മെല്ലെ അയച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റബ്ബറിൻ്റെ ആ ഒരു ബോട്ടിൽ അടപ്പ് കറക്റ്റ് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ആസിഡാണ്, കയ്യിലും മുഖത്തൊന്നും തെറിക്കാതെ മെല്ലെ ചെറിയൊരു പ്ലയർ യൂസ് ചെയ്ത്, നോസിൽ പ്ലയർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ, മെല്ലെ എടുക്കണം. പ്ലയർ ഉപയോഗിച്ചിട്ടൊന്നും അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് എടുത്തു. നമ്മളിത് ചെറിയൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് അത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിലേക്ക് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ചീച്ച നമുക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. കൂടുതൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആസിഡാണ്, അത് അറിയാതെ കയ്യിലൊക്കെ തട്ടിയാൽ പണി കിട്ടും. പിന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ചിൻ്റെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തുണി, പെട്ടെന്ന് എങ്ങനെയെങ്കിലും കയ്യിലോ കാലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് തോത്തിക്കളയാൻ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ട് തന്നെ ആസിഡ് ആയതുകൊണ്ട് അത് പാത്രം ഓട്ടയായി. അപ്പോൾ നമ്മളിതാ സ്റ്റീലിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ പാത്രത്തിൻ്റെ അവസ്ഥ അതിന് ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം. ബാക്ക് ഭാഗത്തൊക്കെ കണ്ടമാനം ദ്വാരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ആസിഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എടുക്കുന്നവർ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈക്കിളാണ് ഇപ്പം പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ നോക്കുന്നത്. അതായത് കമ്പനി പെയിൻറ്റിൻ്റെ പുറമെ അയിമൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം 2-3 കോട്ട് നമുക്ക് അയിമന്ന് റിമൂവ് ചെയ്തെടുക്കേണ്ടി വരും. കുറച്ച് അത്യാവശ്യം പണി തന്നെ ഉണ്ട്. നമ്മളെ ക്രാങ്ക് സെറ്റിനും നല്ല രീതിയിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചുകൊണ്ട് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ക്രാങ്ക് സെറ്റിലും നല്ല രീതിയിൽ പെയിൻറ്റ് റിമൂവർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ശരീരത്തിലോട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന ടൈം തെറിക്കാതെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ നല്ല ടൈമാണെന്നുണ്ടെങ്കിൽ പണി എടുക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് പെയിൻ്റൊക്കെ ഓട്ടോമാറ്റിക് അതിങ്ങനെ പൊള്ളച്ച് വരുന്നതുണ്ടോ. വിരൽ കൊണ്ട് നീക്കി കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോരുന്നതൊക്കെ കാണാൻ കഴിയും. കറക്റ്റ് കണ്ടോ, പൊള്ളച്ചിങ്ങനെ വരുന്നത്. ആസിഡ് ആ ഒരു തട്ട് ടൈം തന്നെ പെയിൻറ്റ് കോലം മാറി തുടങ്ങി, റിയാക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും വിരലുകൊണ്ടൊന്നും മെല്ലെ നീക്കി നോക്കുക, എന്താ അവസ്ഥ അറിയാലോ. ആഹാ, വിരലുകൊണ്ട് നീക്കിയാൽ പോരും. നമ്മൾ ചെറിയൊരു കുത്തുളി എടുത്തിട്ട് മെല്ലെ നീക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് പെയിൻറ്റ് പോകുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നീക്കി എടുക്കണം. ചെറിയ കത്തിയോ അല്ലെങ്കിൽ സ്ക്രബോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് വീട്ടിലെ ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. ആ സ്ക്രബിൻ്റെ കൂടെ ചകിരിത്തുപ്പും കൂട്ടി പിടിക്കണം കേട്ടോ. കാരണം സ്ക്രബ് മാത്രമാകുമ്പോൾ കമ്പി പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് അങ്ങനെ വരത്തി കഴിഞ്ഞാൽ നമ്മളെ പെയിൻറ്റ് റിമൂവായി പോകുന്നുണ്ട്.
നമ്മളിത് സ്ക്രബ് ചെയ്ത് നമ്മളെ ഫ്രെയിമിൻ്റെ ഒരു സൈഡൊക്കെ മൊത്തം ഫസ്റ്റത്തെ കളർ വന്നിട്ട് ആ ഒരു സ്റ്റീൽ കളർ വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടാതെക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മാത്രം സ്ക്രബ് ചെയ്ത് വരികയാണ്. വൈറ്റ് കളർ പോയി. വൈറ്റ് കളർ അത്യാവശ്യം നല്ല കട്ടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടൈം എടുത്തു അത് കളയാൻ. സാധാരണ നോർമൽ പെയിൻ്റ് ആണെങ്കിൽ സിമ്പിളായിട്ട് കളയാൻ കഴിയും. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഇല്ലാത്ത ഏരിയകളിൽ വെച്ചിട്ട് ഈ ആദ്യം വർക്ക് എടുക്കുക, ശ്രദ്ധിച്ച് വർക്ക് എടുക്കുക. അപ്പം ഇനിയും പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.